യുഗകാലം വരെയും മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാ പിരിയാ ബന്ധമാണിതു യുഗകാലം വരെയും പിരിയാ ബന്ധമാണിതു പിരിയാ ബന്ധമാണിതു പിരിയാ ബന്ധമാണിതു യുഗകാലം വരെയും പിരിയാ ബന്ധമാണിതു പിരിയാ ബന്ധമാണിതു പിരിയാ ബന്ധമാണിതു യുഗകാലം വരെയും. മഹൽ സ്നേഹം പരലോക പിതാവു മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മഹൽ സ്നേഹം പരലോക പിതാവു മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മഹൽ സ്നേഹം പരലോക പിതാവു മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി 17:17 ഒന്ന് കേൾക്കാം. അപ്പോൾ അബ്രഹാം കവിണ് വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഇശ്മയേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. ദൈവം അബ്രഹാമിനോട് തുടർമാനം ഇടപെടുകയാണ്. പക്ഷേ ഈ ദൈവം സംസാരിക്കുന്നൊക്കെ വലിയ കാര്യമായതുകൊണ്ട്, നടക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഇദ്ദേഹം ചിരിക്കുക. ദൈവം ആദ്യം പറഞ്ഞു, ഞാൻ നിനക്ക് സന്തതി തരും. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഏലിയാസർ എല്ലാം കൊണ്ടുപോകും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇശ്മയേൽ ജനിച്ചു. പക്ഷെ ആള് പറയാണ്, കർത്താവേ, വാഗ്ദത്തം ഒന്നും നടക്കണ്ട, ഇശ്മയേൽ അങ്ങ് ജീവിച്ചിരുന്നാൽ മതി. ദൈവം പറഞ്ഞതിന് വേറെ ചില പകരം വെച്ച് അതിനെ ചെറുതാക്കരുത്. കർത്താവ് നിങ്ങളെ ശക്തമായിട്ട് അനുഗ്രഹിക്കുന്ന പറയുമ്പോൾ ഓ അനുഗ്രഹിക്കൊന്നും വേണ്ട, ഇങ്ങനത്തെ ഒരു നിലയിൽ അങ്ങ് പോയാൽ മതി എന്ന് പറയരുത്. യെസ്, ആമേൻ. കർത്താവേ, നിന്റെ ഇഷ്ടമെന്തോ അതിനെന്നെ സമർപ്പിക്കുന്നു എന്ന് പറയണം. ദൈവം നിങ്ങൾക്ക് തരുന്നതിനെ നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ഇല്ലായ്മ ചെയ്യരുത്. കർത്താവേ, ഇശ്മയേൽ ജീവിച്ചിരുന്നാൽ മതി. ദൈവത്തിന് ഇശ്മയേൽ അല്ലല്ലോ നിനക്ക് തരാൻ ആഗ്രഹം, ദൈവത്തിന് ഇസഹാക്കിനെ അല്ലേ തരാൻ ആഗ്രഹം. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് ഏറ്റവും മേൽത്തരമാണ്. അതിനെ മറ്റൊന്നുകൊണ്ടും നിങ്ങൾ പകരം വെക്കരുത്. കർത്താവേ, അങ്ങനെ അങ്ങ് പോയാൽ മതി. കർത്താവേ, ഒന്നും നടന്നില്ലെങ്കിലും അങ്ങനെയല്ല. കർത്താവേ, നീ എന്നെക്കുറിച്ച് എന്തൊക്കെയാണോ പ്ലാൻ ചെയ്തത് അത് മുഴുവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ശരീരത്തെ, എൻ്റെ ആയുസ്സിനെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇശ്മയേൽ ജീവിച്ചിരുന്നാൽ മതി. ഇന്ന് വാഗ്ദത്തങ്ങളെ ലഘൂകരിക്കുന്ന പ്രാർത്ഥനകൾ കുറയട്ടെ. വാഗ്ദത്തങ്ങളെ തീപിടിപ്പിക്കുന്ന പ്രാർത്ഥനകൾ നിങ്ങളിലുണ്ടാകട്ടെ. വാഗ്ദത്തങ്ങളെ ലഘൂകരിക്കുന്ന
വാക്കുകൾ നിങ്ങളിൽ നിന്ന് മാറിയിട്ട് വാഗ്ദത്തത്തെ നിവർത്തിക്കുന്ന സമർപ്പണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകട്ടെ. ആമേൻ. ദൈവം പറഞ്ഞതിന് മറ്റൊരു പകരം കൊണ്ട് പകരം വെക്കരുത്. ദൈവം പറഞ്ഞ തന്നെ നിങ്ങൾക്ക് വേണം. ഇന്ന് ഈ വചനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം വലിയ കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ദൈവം എത്താൻ നിങ്ങളുടെ അടുക്കൽ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ തുടർമാന വചനം കേൾക്കുന്നതും ദൈവശബ്ദം കേൾക്കുന്നതും ജോലി സ്ഥലത്തൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവാത്മ നിങ്ങളെ നിർബന്ധിക്കുന്നതും. കാരണം ഇത് വാഗ്ദത്തത്തിന്റെ സമയമാണ്. ആമേൻ. അതുകൊണ്ട് വേണ്ടെന്ന് പറയരുത്. ദൈവമേ നീ പറഞ്ഞ് തന്നെ എനിക്ക് വേണം എന്ന് പറയുക. ആമേൻ. അത് തരാൻ അവൻ സർവശക്തനാണ്. യെസ്, അത് വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ്, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ, കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ കർത്താവെ അങ്ങ് എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു അതെല്ലാം നിവർത്തിക്കുവാൻ അങ്ങ് ശക്തനായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഒന്നും പകരം വയ്ക്കാതെ യേശുവെ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങേക്കായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ കുടുംബത്തെ ഞങ്ങൾ അതിനായിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഒരുക്കി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഈ കുടുംബത്തെ ബ്ലസ് ചെയ്യുന്നു. ദൈവം തന്നതിന് മറ്റൊന്നും പകരമാകരുതല്ലേ, ആക്കരുതേ, പകരമാക്കരുതേ. ദൈവം തന്ന തന്നെ പ്രാപിക്കുവാൻ, അത് പ്രാപിക്കാനുള്ള പ്രാർത്ഥനയും സമർപ്പണവും അഭിഷേകവും ഈ ജനത്തിന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം പറഞ്ഞതും ദൈവം ഇനി പറയാനിരിക്കുന്നതും പ്രാപിക്കുവാൻ ഈ ജനത്തെ ഒരുക്കണമേ. അതൊന്നും നഷ്ടപ്പെടരുത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇശ്മയേലിനെ കൊണ്ടോ എലിയാസിനെ കൊണ്ടോ തൃപ്തരാകാൻ ഇവരെ അനുവദിക്കരുത്. ദൈവം പറഞ്ഞതെല്ലാം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു വാഗ്ദത്തത്തിന് സമയമായിരിക്കുന്നല്ലോ. ജനത്തെ അതിനുവേണ്ടി ഒരുക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ എല്ലാ ബ്ലെസ്സിങ്ങും അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും തലമുറയുടെ മേലുമുണ്ട്. സന്തോഷത്തോടെ ഇന്ന് തുടരുക. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.